CRPFിൻ്റെ സേവന മേഖല എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീർ, തുടക്കത്തിൽ പഞ്ചാബ് ഉണ്ടായിരുന്നു. അതിനുശേഷം നക്സലൈറ്റ് ഏരിയയാണ്. ഇന്ത്യയിൽ നക്സലൈറ്റ് ഏരിയയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, തെലുങ്കാന, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് നക്സലൈറ്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്രഭാവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ. സർക്കാരിൻ്റെ വളരെ കാര്യക്ഷമമായ ഇടപെടൽ കൊണ്ട് നക്സലൈറ്റ് പ്രസ്ഥാനം ഏകദേശം അവസാന ഘട്ടത്തിലേക്കാണ്. വളരെ ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യം നക്സലിസത്തിൽ നിന്ന് മുക്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബംഗാളിൽ 1998 ഞങ്ങളവിടെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മിഡ്നാപൂർ, ബാക്കുഡ, പുർലിയ 3 ജില്ലകളുണ്ട്. ആ 3 ജില്ലകളും നക്സലൈറ്റിൻ്റെ ഏറ്റവും പ്രഭാവം ഉണ്ടായിരുന്ന 3 ജില്ലകളാണ്. ഒരിക്കൽ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടി SP ബാക്കുഡയുടെ ഒരു മെസ്സേജ് വന്നു. 5:30 മണിയോടുകൂടി ഏകദേശം സറങ്സോക്ര വില്ലേജിൽ നക്സലൈറ്റുകൾ ഗ്രാമവാസികളുമായി ഒരു മീറ്റിംഗ് നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു പാർട്ടിയെ എത്രയും വേഗം ആ വില്ലേജിലേക്ക് വിടണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഒരു പാർട്ടിയെ തയ്യാറാക്കി, 20 പേരോളമുള്ള ഒരു പാർട്ടിയെ തയ്യാറാക്കി. അവർ എല്ലാവരും അവരുടെ ആവശ്യമനുസരിച്ചുള്ള തോക്ക്, വെടിയുണ്ട, ബോംബുകളെ ഇതെല്ലാം എടുത്ത് തയ്യാറായി നമ്മളെ ബ്രീഫിങ്ങിന് വേണ്ടി വിളിച്ചപ്പോഴാണ് നമ്മുടെ ഒരു സിക്കിംകാരൻ പയ്യനുണ്ടായിരുന്നു. സത്യത്തിൽ അന്നത്തെ ദിവസം അവന് ഡ്യൂട്ടിക്ക് പോകേണ്ടതല്ലായിരുന്നു. ആ ജവാനും പറഞ്ഞു ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ജവാനും കൂടെ നമ്മുടെ ഈ പാർട്ടിയുടെ കൂടെ ചേർന്നു. അതിനുശേഷം പ്രോപ്പർ ബ്രീഫിംഗ് ചെയ്ത് ഞങ്ങളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വളരെ നല്ലതായ രീതിയിൽ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞേ നമ്മൾ അവിടുന്ന് യാത്ര തിരിക്കാറുള്ളൂ. കാരണം ഇവിടെ നിന്ന് ആ സ്ഥലത്തേക്കുള്ള അകലെ എത്രയാണ്, എത്ര കിലോമീറ്റർ ഉണ്ട്, ഏതൊക്കെ വഴിയാണ് നമ്മൾ പോകേണ്ടത്, വഴിയിൽ സൂക്ഷിക്കേണ്ട മുൻകരുതൽ എന്തൊക്കെയാണ്, നമ്മുടെ ആൾക്കാർ മുന്നിൽ ആരൊക്കെ പോകണം, ബോംബ് ഉപയോഗിക്കുന്ന ജവാൻ്റെ പൊസിഷൻ നമ്മുടെ ആ പാർട്ടിയിൽ എവിടെയായിരിക്കണം, പുറകിൽ ആരൊക്കെ വേണം. പുറകിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ പുറകിൽ ഒരിക്കലും ഒരാളെ ആയിട്ട് വെക്കുകയല്ല, നമ്മൾ ജോഡിയായിട്ടാണ് വെക്കാറുള്ളത്. കാരണം എപ്പോഴും 2 പേരുണ്ടെങ്കിൽ അത് സുരക്ഷയാണ്. അല്ലെങ്കിൽ പിന്നിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഉള്ളെങ്കിൽ ആക്രമിക്കാനും അപായപ്പെടുത്താനുമുള്ള സാധ്യത കൂടുതലുണ്ട്. നമുക്കൊരു സൂചന കിട്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുകളിൽ വെടിവെപ്പ് വന്നാൽ നമ്മൾ എന്ത് രീതിയിൽ അതിനെ എങ്ങനെ നേരിടണം. ഫ്രണ്ട് പാർട്ടി, അതായത് മുന്നിൽ പോകുന്നവരുടെ മുകളിലാണ് ആദ്യം വെടി വരുന്നതെങ്കിൽ നമ്മളതിനെ എങ്ങനെ നേരിടാം. നമ്മുടെ പാർട്ടി ഫ്രണ്ടിൽ കുറച്ച് മുന്നോട്ട് പോയി നമ്മുടെ നടുഭാഗം കൊണ്ട് നമ്മുടെ ഉള്ള ജവാൻ്റെ മുകളിലാണ് വെടിവെപ്പ് വരുന്നതെങ്കിൽ അതിനെ നമ്മളെങ്ങനെ നേരിടണം. നമ്മുടെ പിൻഭാഗത്തുള്ള ജവാനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടണം. പോകുന്നതിനുള്ള വഴിക്ക് നമ്മുടെ മുകളിൽ ബോംബാക്രമണം ഉണ്ടാവുകയോ ഗ്രനേഡ് ആക്രമണം ഉണ്ടായാൽ നമ്മളതിനെ എങ്ങനെ നേരിടണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ ഡീപ്പായിട്ട് നമ്മൾ ബ്രീഫിംഗ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാർട്ടിയെ പുറത്ത് കൊണ്ടുപോകാറുള്ളൂ. കാരണം ഇതിനകത്തുള്ള ആ ജവാന്മാർ ഒരുപക്ഷെ അവർ പുതിയതായിട്ട് ക്യാമ്പിൽ വന്നതായിരിക്കാം, ഒരുപക്ഷെ വേറൊരു മേഖലയിൽ നിന്നോ കാശ്മീരിൽ നിന്നോ അല്ലെങ്കിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നോ പുതുതായിട്ട് വന്നതാണെങ്കിൽ അവർക്ക് ഈ നക്സലൈറ്റ് ഏരിയ അവരുടെ ഡ്യൂട്ടിയെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ഐഡിയയോ ഒന്നും അവർക്ക് കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ബ്രീഫിങ് നമ്മുടെ സുസ്ഥിരതയ്ക്ക്, നമ്മുടെ സുരക്ഷാ മുൻകരുതലിൻ്റെയും ഭാഗമായി വളരെ അത്യാവശ്യമാണ്. ബ്രീഫിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിൽ നിന്ന് മാർച്ചായി. അവിടുന്ന് നമ്മൾ നടന്നാണ് പോകുന്നത്. വഴിക്ക് റോഡ് ഉപയോഗിക്കാതെയാണ് നമ്മൾ മാക്സിമം നടന്നു പോകുന്നത്. അതായത് മൺവഴി, ചെറിയ നടപ്പാത. ഇതിന് 2 കാരണങ്ങളുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റ് ആരും ശ്രദ്ധിക്കരുത്. കഴിയുന്നിടത്തോളം നമ്മുടെ സീക്രസി നമ്മൾ കാത്തു സൂക്ഷിക്കണം. രണ്ടാമത് ഇവർ കുഴിബോംബ് ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റോഡിനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കാറില്ല. റോഡിൽ നിന്നൊരു 10-20 ചുവട് അപ്പുറം ഇപ്പുറയുള്ള വഴികൾ, അല്ലെങ്കിൽ പിന്നെ ചെറിയ മൺപാതകൾ, അധികം മനുഷ്യൻ നടപ്പ് യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന പാതകൾ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. നമ്മളവിടുന്ന് ക്യാമ്പിൽ നിന്ന് വിട്ട് ഒരു മണിക്കൂറിന് മുകളിലെത്തി സറങ്സോക്ര വില്ലേജിൻ്റെ ഗ്രാമത്തിന് വെളിയിലെത്താൻ. അവിടെ നിന്ന് നമ്മളൊന്ന് ചെറുതായി നിരീക്ഷിച്ചു. അവിടെ നമ്മൾക്ക് യാതൊരുവിധ വ്യത്യാസവും കാണാൻ സാധിച്ചില്ല. മീറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ നക്സലൈറ്റുകളുടെയോ ചലനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാരുടെയോ യാതൊരുവിധ
വരവോ പോക്കോ നമുക്ക് കാണാൻ സാധിച്ചില്ല. അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ മുൻകരുതൽ എടുത്തുകൊണ്ട് ആ ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു ചെറിയ മൺപാതയുണ്ട്, നടപ്പ് വഴി. ആ നടപ്പ് വഴി ഞങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഈ സിക്കിംകാരൻ ജവാനാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ളത്. നമ്മുടെ ക്യാമ്പിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ഒരു ജവാന്മാരിൽ ഒന്നായിരുന്നു അത്. ജൂഡോയുടെ നാഷണൽ ഗോൾഡ് മെഡലിസ്റ്റാണ് ആ പയ്യൻ. വെറും 23 വയസ്സുള്ള പയ്യനായിരുന്നു. മുന്നോട്ട് പോയി ഒരു 500 മീറ്ററോളം മുന്നോട്ട് പോയി. പെട്ടെന്ന് ഒരു വെടിശബ്ദം കേട്ടപ്പോഴേ എല്ലാവരും നിലത്ത് മണ്ണിൽ കിടന്നു. അതിനുശേഷം റോഡിൻ്റെ സൈഡിൽ മരത്തിൻ്റെയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ ലെവലിൽ നിന്ന് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ ഇഴഞ്ഞു പോയി പൊസിഷൻ എടുത്തു. കാരണം അങ്ങോട്ടും വെടിവെപ്പ് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുണ്ടകൾ വരും. അത് നമ്മൾ വെടിയുണ്ട കൊള്ളാത്ത ഏതെങ്കിലും ഒരു മറ നമുക്ക് മുന്നിലുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് സുരക്ഷിതമാകാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും വെടിയുണ്ട നമുക്ക് ഏക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച്, പക്ഷേ നമ്മൾക്ക് പുറകിലുള്ള ആർക്കൊരിക്കലും മുന്നിലേക്ക് വെടിവെക്കാൻ സാധിക്കില്ല. കാരണം മുന്നിലും മുഴുവൻ നമ്മുടെ ജവാന്മാരാണ്. നമ്മൾ ലക്ഷ്യബോധമില്ലാതെ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ആ വെടിയുണ്ട നമ്മുടെ ജവാന് മുകളിൽ കൊള്ളും. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടെയാണ് ഓരോ വെടിയും വെച്ചുകൊണ്ടിരുന്നത്. പരസ്പരം വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ നമുക്ക് രാത്രിയുടെ സാമാന്യം നല്ല ഇരുട്ടായതുകൊണ്ട് പരസ്പരം ഒന്നും കാണാനും സാധിക്കുന്നില്ല. നമുക്കൊരു ഐഡിയ ഉണ്ട്, നമ്മുടെ ജവാൻ, ഏറ്റവും മുന്നിലുള്ള ജവാൻ ഏകദേശം ഇത്ര അകലം കാണും. അതിൽ നിന്ന് 5, 8, 10 ചുവട് അകലങ്ങളിലാണ് ബാക്കിയുള്ള ഓരോ ജവാനും നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നിലുള്ളവർക്ക് നമുക്കൊരു ഐഡിയ ഉണ്ട് നമ്മുടെ ജവാന്മാർ ഏകദേശം എവിടെയായിരിക്കുമെന്ന്. ഒരിക്കലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ലൈറ്റ് തെളിക്കാറില്ല. ടോർച്ചിൻ്റെ ഉപയോഗം നമ്മൾ എങ്ങാനും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം ആ വെട്ടം കണ്ടുകൊണ്ട് അവർ നമ്മുടെ മേൽ വെടിവെക്കും. അവർക്ക് വെട്ടത്തിൽ നമ്മളെ ലക്ഷ്യം കൃത്യമായി അവർക്ക് കാണാനും നമുക്ക് തീർച്ചയായിട്ടും അത്യാഹിതം സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരങ്ങളിൽ നമ്മൾ രാത്രിയിൽ എത്ര ഇരുട്ടാണെങ്കിലും ടോർച്ചിൻ്റെ ഉപയോഗം നമ്മൾ ചെയ്യാറില്ല. അത് പണ്ട് തൊട്ടേ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളെ ആ പാഠം പഠിപ്പിച്ചത്. ഇങ്ങനെ തുടക്കത്തിൽ നമുക്ക് അത്യാഹിതം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ടോർച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട്. വെടിവെപ്പ് തുടങ്ങി 1 മണിക്കൂറോളം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നിന്ന ശേഷം നമ്മൾ കുറച്ച് സമയം കൂടെ കാത്തിരിക്കും. കാരണം ഇവർ കെണിയിൽപ്പെടുത്താൻ വേണ്ടി ചില സമയങ്ങളിൽ നക്സലേറ്റുകൾ വെടിവെപ്പ് നേരത്തേക്ക് നിർത്തി കഴിഞ്ഞ് പിന്നെ നമ്മുടെ സുരക്ഷാസേന മുന്നോട്ട് എഴുന്നേൽക്കുകയോ പൊസിഷൻ മാറുകയോ മുന്നോട്ട് അഡ്വാൻസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവർ പിന്നീടും വളരെ ഭീകരമായ രീതിയിൽ വെടിവെച്ച് വളരെയധികം നമുക്ക് അത്യാഹിതം സംഭവിപ്പിക്കാറുണ്ട്. ഈ ഒരു മുൻകരുതൽ ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ ഉള്ളൂ മുന്നോട്ടുള്ള ഓരോ ചുവടും വയ്ക്കാറുള്ളൂ. വെടിവെപ്പ് നിന്ന് ഒരു 20 മിനിറ്റോളം നമ്മൾ കാത്തിരുന്നു. ഇവർ ഇനിയും വെടിവെക്കുന്നുണ്ടോ അതോ ഇവരുടെ എന്താണ് കെണിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതിനിടയിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ 2 ജവാന്മാർക്ക് വെടിയുണ്ട കൊണ്ടു എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് ഒരിക്കലും വാഹനങ്ങൾ എത്താൻ വഴിയില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സെറ്റ് വഴി നമ്മുടെ ബേസ് ക്യാമ്പിൽ സൂചന കൊടുത്ത് അവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് മോട്ടോർ സൈക്കിൾ വന്ന് ആ മോട്ടോർ സൈക്കിളിൽ ഈ പരിക്കേറ്റ ജവാന്മാരെ കയറ്റി നമ്മൾ ആ ക്യാമ്പിൽ എത്തിച്ച് ക്യാമ്പിൽ നിന്ന് പിന്നെ വാഹനത്തിൽ ഇവരെ ആശുപത്രിയിൽ എത്തുകയാണ് ഉണ്ടായത്. ഈ ജവാന്മാരെ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്നോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഏറ്റവും മുന്നിൽ ഗൈഡായിട്ട് പോയ നമ്മുടെ സിക്കിംകാരം ജവാൻ അവിടെ വീരമൃത്യു വരിച്ചു കിടക്കുന്നത്. അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു 10 ചുവടപ്പുറേ 3 നക്സലൈറ്റുകളും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നമ്മുടെ ജവാൻ ഏറ്റവും മുന്നിലായിരുന്നു. നക്സലൈറ്റുകൾ ഈ വീടിൻ്റെ മുന്നിൽ തൂക്കുമായിരിക്കുന്നത് കണ്ടുകൊണ്ട് അവരോട് കൈപൊക്കാൻ പറഞ്ഞു. പക്ഷേ അവർ കൈപൊക്കുന്നതിന് പകരം ഈ ജവാൻ്റെ മുകളിൽ ഉന്നം വെച്ച് നിറയൊഴിക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഓട്ടോമാറ്റിക് വെപ്പൺ ഉപയോഗിച്ച് ഈ ജവാൻ അവരെ വെടിവെച്ചു. ഈ തമ്മിൽ പരസ്പരം നടന്ന വെടിവെപ്പിൽ നമ്മുടെ ജവാൻ വീരമൃത്യു വരിക്കുകയും 3 നക്സലൈറ്റുകളും ആ സ്പോട്ടിൽ കൊല്ലപ്പെടുകയുമുണ്ടായി. അവരുടെ കയ്യിൽ തോക്കും 100-നോടടുത്ത് വെടിയുണ്ടകളും 3 പേരുടെയും കയ്യിലുണ്ടായിരുന്നു. ബോംബും ഗ്രനേഡും ഉൾപ്പെടെയുള്ള എക്സ്പ്ലോസീവ്സും അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു ഗാർഡിനെ നിർത്തി കഴിഞ്ഞ് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് പിന്നീട് സെർച്ച് ചെയ്തു. ആ ഗ്രാമത്തിൻ്റെ
ചെറിയൊരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ വീടുകളിലെല്ലാം കയറി നമ്മൾ സെർച്ച് ചെയ്തു. കാരണം ആ ഗ്രാമത്തിലെങ്ങാനും നക്സലേറ്റുകൾ ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ വേണ്ടി. പക്ഷേ ഗ്രാമം മുഴുവൻ കാലിയായിരുന്നു. ഗ്രാമവാസികളെല്ലാം ആ വെടിശബ്ദം കേട്ടപ്പോഴേ അവരുടെ വീട് ഉപേക്ഷിച്ച് അവർ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു കളഞ്ഞു. പിന്നീട് അതിൻ്റെ ഒരു 200 അടിയും കൂടെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വനമായിരുന്നു. പിന്നെ നമ്മൾ രാത്രിയിൽ ആ വനം മുഴുവൻ സെർച്ച് ചെയ്ത് നക്സലേറ്റ് എവിടെങ്ങാനും അവിടെ ഇരിപ്പുണ്ടോ, ഒളിഞ്ഞിരിപ്പുണ്ടോ, അതോ പരിക്കേറ്റ വല്ലവരും ഉണ്ടോ, ഗ്രാമവാസികൾക്ക് ആർക്കെങ്കിലും പരിക്ക് സംഭവിച്ചോ, ഗ്രാമവാസികളെ നക്സലേറ്റുകൾ ആരെങ്കിലും തടഞ്ഞു വെച്ച് മറയായി ഉപയോഗിക്കുന്നുണ്ടോ, വനത്തിലേതെങ്കിലും അവർ ബോംബോ എക്സ്പ്ലോസീവ് എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം അന്വേഷിച്ച് സെർച്ച് ചെയ്ത് ഒരു 2-3 മണിക്കൂറോളം നമ്മൾ ആ വനം മുഴുവൻ സെർച്ച് ചെയ്ത് നമുക്കൊന്നും ലഭിച്ചില്ല. അതിനുശേഷം തിരിച്ച് നമ്മൾ വീരമൃത്യു വരിച്ച ജവാൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ നമുക്ക് വേദനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ആ പയ്യൻ്റെ പോക്കറ്റിൽ മൊബൈൽ ഫോൺ കിടപ്പുണ്ടായിരുന്നു. ആ മൊബൈൽ ഫോണിൽ ആ സമയത്ത് വീട്ടിൽ നിന്ന് കോള് വരികയാണ്. അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കോൾ ഡീറ്റെയിൽസിൽ അമ്മ കോളിംഗ്. മകനിവിടെ വീരമൃത്യു വരിച്ച് കിടക്കുന്നു. പക്ഷേ അമ്മയതറിയുന്നില്ല. ഒറ്റ മകനാണ് ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. ആ മകൻ പക്ഷേ ആ സമയത്ത് ആ അമ്മയോടത് പറയാനുള്ള ഒരു മനസ്ഥിതി പോലും നമുക്കില്ലായിരുന്നു. നമ്മളതുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്തില്ല. പിന്നീട് നമ്മുടെ ഈ ജവാനെ നമ്മളെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാണ് പിന്നെ ആ വീട്ടിലേക്ക് നമ്മൾ വിളിച്ച് ആ സന്ദേശം അറിയിക്കുന്നത്. SP-യും അവിടുത്തെ സീനിയർ പോലീസ് ഓഫീസേഴ്സും എല്ലാവരും എത്തി. ഈ പയ്യനെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അവൻ്റെ ജന്മനാടായ സിക്കിമിലേക്ക് നമ്മൾ അയച്ചു. 3 നക്സലേറ്റുകൾ മൃതിയടഞ്ഞായിരുന്നു. അവരെ 3 പേരെയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറവ് ചെയ്തു. അവിടെ നിന്ന് ലഭിച്ച ആയുധങ്ങളും വെടിക്കോപ്പുകളും വെടിയുണ്ടകളും എല്ലാം നമ്മൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. സ്വന്തം ജീവനെ പോലും വകവെക്കാതെ ഏറ്റുമുട്ടലിൽ 3 നക്സലേറ്റുകളെ വധിച്ച് രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആ ജവാന് രാഷ്ട്രം പിന്നീട് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള മരണാനന്തര ബഹുമതിയായി പോലീസ് മെഡൽ നൽകി ആദരിച്ചു. ആ ഏറ്റുമുട്ടലിൽ നമ്മുടെ 2 ജവാന്മാർക്ക് കൂടി വെടിയേറ്റിരുന്നു. അവരെ 2 പേരെയും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി 15 ദിവസത്തോളം ചികിത്സയ്ക്ക് ശേഷം അവർ 2 പേരും കുഴപ്പമില്ലാതെ നമ്മുടെ ക്യാമ്പിൽ തിരിച്ചെത്തുകയും ചെയ്തു. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. പശ്ചിമ ബംഗാളിൽ നക്സൽ ബാധിത പ്രദേശമായ വെസ്റ്റ് മിഡ്നാപൂർ ജില്ലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരിക്കൽ SP സാവിൻ്റെ ഒരു ഫോൺ വന്നു. ഒരു 11 മണിയോടുകൂടി കുരിയ അവിടെ ബങ്ബുട്ട വില്ലേജിൽ നക്സലേറ്റുകൾ 2-3 പേർ അവിടെ കറങ്ങി നടക്കുന്നുണ്ട്. പെൺകുട്ടികളാണെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. എത്രയും പെട്ടെന്ന് ആ ലൊക്കേഷനിലേക്കൊന്ന് എത്താവോ എന്ന് ചോദിച്ച് ഞങ്ങളവിടെ നിന്ന് ഒരു 16 പേരെയും കൂട്ടി ബങ്ബുട്ട വില്ലേജിലേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ചു. അപ്പോൾ യാത്ര തിരിക്കുന്നതിന് മുന്നേ നമ്മുടെ നിയമം അനുസരിച്ചുള്ള നമ്മുടെ തോക്ക്, വെടിയുണ്ട, വെടിക്കോപ്പുകളെ, ബോംബ്, ഗ്രനേഡ്, വയർലെസ് സെറ്റുകളെ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ഇങ്ങനെ വേണ്ടുന്ന എല്ലാ സാധന സാമഗ്രികളും എടുത്ത് ബ്രീഫിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് റോഡ് മാർഗ്ഗമൊന്നും പോകാൻ സാധിക്കില്ല. മലകളെ, വയലെ, ഇതിൻ്റെ നടുക്കൂടെ നടപ്പാത പോലെ ശരിക്കും ഒന്ന് നടക്കാൻ വേണ്ടി 2 കാൽപാദം വെക്കാൻ വേണ്ടി മാത്രമുള്ള വീതിയിലുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ വനങ്ങളും മലകളുമാണ്. ആ മലയും വനങ്ങളും കൃഷിസ്ഥലങ്ങളും എല്ലാം കടന്ന് ഞങ്ങൾ ബങ്ബുട്ട വില്ലേജിൽ ചെന്നു. ഞങ്ങൾ യൂണിഫോമിലാണ് എല്ലാവരും. അതുകൊണ്ട് ഞങ്ങളെ അകലെ നിന്ന് കണ്ടപ്പോഴേ ഗ്രാമവാസികൾക്ക് മനസ്സിലായി സുരക്ഷാസേന ഗ്രാമത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന്. ഞങ്ങളവിടെ ചെന്നു. ഞങ്ങൾ ഗ്രാമവാസികളോട് സംസാരിച്ചു. ആർക്കും ഒന്നും പറയാനില്ല. ഞങ്ങൾ അന്വേഷിച്ച് ഇവിടെ ഏതെങ്കിലും മാവോയിസ്റ്റുകൾ വന്നിട്ടുണ്ടോ? അവർ പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല, ഞങ്ങൾക്ക് അതേക്കുറിച്ച് ഒരു അറിവില്ല, ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയേണ്ടതാണ്. പിന്നെ ഞങ്ങൾക്ക് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിൽ സെർച്ച് ചെയ്യുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ ആദിവാസികളാണ്.
അവരുടെ ആ ഫീലിങ്ങിനെ നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത്രയ്ക്ക് 100% നമുക്ക് ഉറപ്പുണ്ട് ഈ വീട്ടിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബലം പ്രയോഗിച്ചാണെങ്കിലും നമുക്ക് ആ വീട്ടിൽ പ്രവേശിച്ച് സെർച്ച് ചെയ്യാം. ഇത് നമുക്കൊരു സംശയമാണ്. അതിൻ്റെ പേരിൽ എല്ലാ വീട്ടിലും ചെന്ന് കയറിയാൽ അവരുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് പിന്നീട് വഷളാകും. അത് ഒത്തിരി ഉപദ്രവം ചെയ്യും. കാരണം അവർ ആദിവാസികളാണ്. അവരുടെ ഫീലിങ്സിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നീട് അവർ പ്രകോപനപരമായിട്ട് പെരുമാറുകയൊക്കെ ചെയ്യും. നമ്മളത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ നമ്മൾ ഗ്രാമമുഖ്യൻ്റെ അടുത്ത് ചെന്ന് അവരൊന്നും പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു സൂചനയൊന്നും കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, നമുക്ക് ഏതായാലും വന്നതല്ല, ഞങ്ങൾ തിരിച്ചു പോരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു പോന്നു. ഒരു 4-5 കിലോമീറ്റർ ഞങ്ങൾ തിരിച്ചു വന്ന വഴി വന്നു. അവിടെ ഒരു മണിക്കൂറോളം ഞങ്ങൾ സ്റ്റേ ചെയ്തു. അവിടെ മരത്തണലിൽ ഞങ്ങൾ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ ആ ഗ്രാമത്തിൽ ചെന്നു. ഗ്രാമവാസികൾ മനസ്സിലാക്കി ഞങ്ങൾ വന്നു, സുരക്ഷാ സേനക്കാർ വന്നു, അവരിവിടെയെല്ലാം സെർച്ച് ചെയ്ത് പോയി, ഇനി ഒരിക്കലും അവർ വരികയില്ല എന്നാണ് ഗ്രാമവാസികൾ കരുതിയത്. ഞങ്ങൾ 1 മണിക്കൂറിന് ശേഷം പിന്നെയും തിരിച്ച് ആ ഗ്രാമത്തിൽ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് അവിടെ ആ നക്സലൈറ്റുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്നുള്ളത്. ഞങ്ങൾ സംശയം തോന്നിയ ആ വീട് 1-2 വളഞ്ഞ് ആ വീടിനുള്ളിൽ പ്രവേശിക്കാൻ തുടങ്ങിയപ്പോഴേക്കും 2 സ്ത്രീകൾ പിൻവാതിലിൽ കൂടി ഓടുന്നത് ഞങ്ങൾക്ക് കണ്ടു. ഞങ്ങളുടെ കൂടെ മഹിളാ കോൺസ്റ്റബിളോ സൈനികരാരും ഇല്ലാത്തതിനാൽ ഞങ്ങൾ ആ പെൺകുട്ടികളുടെ പുറകെ ഓടി. പക്ഷേ അതിനെ പിടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ആ പെൺകുട്ടികൾ നേരെ അവിടെ ഒരു കുളമുണ്ടായിരുന്നു, ആ കുളത്തിൽ ചാടി. തണുപ്പ് സമയമായിരുന്നു. കുളത്തിൽ ചാടി കഴിഞ്ഞ് നമുക്ക് കുളത്തിൽ ചാടി ആ പെൺകുട്ടികളെ പിടിക്കുന്നതിനുള്ള നിയമതടസ്സമുണ്ട്. കാരണം പെൺകുട്ടികളാണ്, നമ്മൾ അവരെ കയറി പിടിക്കുന്നത് വെള്ളത്തിൽ നിന്നാണെങ്കിലും ശരിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. വളരെ ദീർഘനേരം കാത്തു നിന്നപ്പോൾ ആ തണുപ്പ് സമയം ആയതിനാൽ ആ പെൺകുട്ടികൾക്ക് വെള്ളത്തിൽ ഒത്തിരി സമയം ചിലവഴിക്കാൻ സാധിച്ചില്ല. തണുപ്പ് കാരണം അവർ കുളത്തിൽ നിന്ന് പുറത്ത് വരേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ അവരെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി അവർ 2 പേരും നക്സലൈറ്റുകളാണ്. പിന്നീട് നമ്മൾ അവരെ 2 പേരെയും പോലീസ് ക്യാമ്പിൽ വിളിച്ചു പറഞ്ഞ് പോലീസിൻ്റെ വണ്ടി വരുത്തി. വണ്ടി എത്തുന്നിടം വരെ ഞങ്ങൾ ആ 2 പെൺകുട്ടികളെയും ഞങ്ങളുടെ കൂടെ നടത്തി വണ്ടിയിലിരുത്തി ഞങ്ങളുടെ ക്യാമ്പിലെത്തിച്ചു. ക്യാമ്പിലെത്തി ചോദ്യം ചെയ്തതിൽ അവർ കൃത്യമായി നമുക്ക് മറുപടിയും തന്ന ഒരു നക്സലൈറ്റുകളാണ്, പുതിയതായി നക്സലിസത്തിൽ ചേർന്ന കുട്ടികളാണ്. അപ്പോൾ അവരെന്തിനാണ് ഈ നക്സലിസത്തിൽ ചേർന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഇനി നമ്മുടെ ആദിവാസികൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടെങ്കിൽ അത് നക്സലൈറ്റ് വഴിയേ കിട്ടാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ നക്സലൈറ്റുകളിൽ ചേർന്നതെന്ന് ആ കുട്ടികൾ പറയുകയുണ്ടായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരെ നിഷ്കളങ്കരായ ആദിവാസികളെ നക്സലൈറ്റുകൾ എന്തെല്ലാം പറഞ്ഞാണ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ പ്രലോഭനങ്ങൾ നൽകി അവരെ നക്സലിസത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. തെല്ലു നേരത്തിന് ശേഷം SP സാബ് ഞങ്ങളുടെ ക്യാമ്പിൽ വന്നു. ഞങ്ങൾ SP കൂടെ സംസാരിച്ചു. അവർക്ക് തണുപ്പ് വെള്ളത്തിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ആ കുട്ടികൾ നല്ല രീതിയിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ട്, പക്ഷേ കൈ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. കൈയൊന്നും കെട്ടിയിട്ടില്ല, കണ്ണ് മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടികൾക്ക് ചായ എല്ലാം കൊടുത്ത് വളരെ നല്ല രീതിയിൽ അവരോട് പെരുമാറി. അതിനുശേഷം പിറ്റേ ദിവസം അവരെ കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ മജിസ്ട്രേറ്റ് ചോദിച്ചു, നിങ്ങൾ പോലീസ് ക്യാമ്പിലായിരുന്നല്ലോ ഇന്നലെ രാത്രി, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ നോക്കുന്നതിലും കാര്യമായിട്ടാണ് പോലീസ് ക്യാമ്പിൽ നോക്കിയത്. അവർ ഞങ്ങളെ വളരെ മാന്യമായി ഞങ്ങളോട് പെരുമാറി. ഞങ്ങൾക്ക് ചായ, ഭക്ഷണം എല്ലാം സമയാസമയങ്ങളിൽ തന്നി ഞങ്ങളെ തികഞ്ഞ ആതിഥ്യ മര്യാദയോടുകൂടിയാണ് ഞങ്ങൾ മാവോയിസ്റ്റുകളാണെങ്കിലും ഞങ്ങളോട് പെരുമാറിയത്. അപ്പോൾ മജിസ്ട്രേറ്റ് പോലും അവിടെ ചേംബറിൽ ഇരുന്നുകൊണ്ട് ചിരിക്കുകയുണ്ടായി അത് കേട്ടപ്പോൾ. ആ 2 പെൺകുട്ടികളെയും കോടതിയിൽ നിന്ന് 7 ദിവസത്തെ റിമാൻഡിൽ വെക്കുകയും പിന്നീട് അവരെ ജയിൽ മോചിതരാക്കുകയും ചെയ്തു. ഈ പെൺകുട്ടികളെ ജയിൽ മോചിതരായതിനു ശേഷം നക്സലൈറ്റുകൾ വന്ന് ഈ കുട്ടികളെ കൊണ്ടുപോവുകയും അവരെ ദിവസങ്ങളോളം ദീർഘനേരം ചോദ്യം ചെയ്യുകയുണ്ടായി. അവരുടെ ബലമായ സംശയം പോലീസ് കസ്റ്റഡിയിൽ ഇവരെ 3rd ഡിഗ്രി മെത്തേഡ് ഉപയോഗിച്ച് ചോദ്യം ചെയ്ത് എന്തെങ്കിലും അവരുടെ ആ സംഘടനാ സംവിധാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു. ദിവസത്തെ ചോദ്യം ചെയ്തതിന് ശേഷം അവർക്കൊരു കാര്യം മനസ്സിലായി,
അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം ഈ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ സുരക്ഷാ സേനയുടെ ക്യാമ്പിലായിരുന്നെങ്കിലും ഞങ്ങളോട് വളരെ മാന്യമായിട്ടാണ് അവർ പെരുമാറിയത്. ഞങ്ങളുടെ വീട്ടിലുള്ളതിനേക്കാൾ സുരക്ഷിതമായിട്ടാണ് ഞങ്ങളെ അവർ നോക്കിയത്. സമയാസമയങ്ങളിൽ ആഹാരവും വേണ്ടുന്ന എല്ലാം തന്ന് ഞങ്ങളെ വളരെ മാന്യമായ രീതിയിൽ പെരുമാറി. പിന്നീട് നക്സലൈറ്റുകൾ അവരുടെ അടുത്ത ആഴ്ചത്തെ ലേഖനത്തിൽ ഇതേക്കുറിച്ച് പ്രതിപാദിക്കുകയും ഉണ്ടായി. സുരക്ഷാ സേനയുടെ ക്യാമ്പിൽ ഞങ്ങളുടെ 2 പെൺകുട്ടികൾ ഒരു പകലും ഒരു രാത്രിയിലും കഴിഞ്ഞെങ്കിലും അവരോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറി. യാതൊരുവിധ മോശമായ പ്രവൃത്തികളും അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ കുട്ടികളോട് ഉണ്ടായില്ല. അതിന് ഞങ്ങൾ സുരക്ഷാ സേനയ്ക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എന്നുവരെ അവർ അതിൽ പ്രതിപാദിക്കുകയുണ്ടായി. ഒരിക്കൽ വൈകുന്നേരം സിനിമ കാണിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. പോലീസിൻ്റെ ഒരു വാൻ, അതിനകത്ത് പോലീസ് സേനാംഗങ്ങളുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു, 1-2 ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു. അവർ ഗ്രാമത്തിൽ നിന്നൊരു സിനിമ കാണിക്കാൻ ഉദ്ദേശിച്ച ഗ്രാമത്തിൽ നിന്നൊരു 1.5 കിലോമീറ്റർ പിന്നിലെത്തിയപ്പോൾ അവർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ പോലീസ് വാൻ അതിഭയങ്കരമായ ശബ്ദത്തോടു കൂടി ഒരു സ്ഫോടനം സംഭവിച്ച് പോലീസ് വാൻ നിശേഷം ആ സ്ഫോടനത്തിൽ തകർന്നു പോയി.